ഹായ് ഹലോ ഫ്രണ്ട്സ്, നിസാര ക്രിയേഷനിലേക്ക് സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാതെ ശക്തമായ മഴ കാരണം കിണറുകളിൽ വെള്ളം പെട്ടെന്ന് ഉയർന്നിട്ടുണ്ടാവും. നമ്മളാണെങ്കിൽ പരമാവധി താഴ്ത്തിയിട്ടായിരിക്കും വെള്ളം അടിക്കണ മോട്ടർ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പെട്ടെന്നുള്ള മഴ കാരണം മോട്ടോർ വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ ഇപ്പോൾ ലോക്ക്ഡൌൺ കാരണം ഒരു റിപ്പയർ ഷോപ്പ് പോലും തുറന്നിട്ടുണ്ടാവില്ല. മോട്ടോർ ഒന്ന് അഴിച്ച് അതിനുള്ള ചെളിയും വെള്ളവും ഒക്കെ ഒന്ന് ഉണക്കിയെടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. ഇന്നത്തെ വീഡിയോ വെള്ളത്തിൽ മുങ്ങിയ മോട്ടോർ അഴിച്ച് അതിനുള്ള വെള്ളം ഉണക്കിയെടുക്കുന്ന വിധമാണ്. അപ്പോൾ വീഡിയോ കണ്ടോളൂ. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഇത് പെട്ടെന്നുണ്ടായ മഴയിൽ കിണറിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയ മോട്ടറാണ്. ആദ്യം തന്നെ മോട്ടോറിൻ്റെ ഫാൻ കവറാണ് നമ്മൾ ഊരേണ്ടത്. ഫാൻ കവറിന് 4 ബോൾട്ട് ഉണ്ടാവും. ഫാൻ കവർ ഊരിയാൽ ഫാന് കാണാം നമുക്ക്. ഫാനിനോട് ചേർന്ന് ഒരു ചെറിയ സേഫ്റ്റി പിന്നുണ്ട്. അത് വലിച്ചു ഊരിയിട്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ 2 സൈഡിലും സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങനെ പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ ഊരിപ്പോരും. കണ്ടില്ല, ഫാൻ ഊരിപ്പോന്നു. ഇനി നമുക്ക് എൻഡ് പ്ലേറ്റ് ഊരണം. എൻഡ് പ്ലേറ്റിനും കാണും 4 ബോൾട്ട്. ഈ ബോൾട്ടും സ്ക്രൂകളൊക്കെ കറക്റ്റ് എടുത്ത് മാറ്റി വെക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അടക്കുമ്പോൾ പണി കിട്ടും. ചില സ്ക്രൂകളൊക്കെ ഇത്തിരി ടൈറ്റ് ആയിരിക്കും. വെള്ളത്തിൽ വെള്ളം ചെളിയൊക്കെ നനഞ്ഞിട്ടേ. അപ്പോൾ ഒന്ന് ചെറുതായി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഊരി കിട്ടും. ബോൾട്ടുകളൊക്കെ ഊരിക്കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവറോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആ ഗ്യാപ്പിൽ ഒന്നിങ്ങനെ തട്ടി കൊടുക്കണം. അല്ല, ആ ഗ്യാപ്പിലിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഗ്യാപ്പുകൾ വരണുണ്ട് ഇടയിൽ. അല്ല അത് കവർ ഊരി വരണുണ്ട് ചെറുതായിട്ട്. നമ്മൾ ഇത് ഊരി പുറത്തേക്ക് എടുക്കാനായിട്ട് മുന്നേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഊരിനായിട്ട് മുന്നേ ഒരു ഉളി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒരു മാർക്ക്, പെൻസിൽ കൊണ്ടോ എന്നിട്ടൊരു മാർക്ക് ഇട്ട് വെക്കണം. ഇല്ലെങ്കിൽ നമുക്കിത് അടക്കുമ്പോൾ വലിയ തലവേദനയാവും. അവ ഹോളുകൾ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഊരിനായിട്ട് മുന്നേ ചെറുതായ ഒരു മാർക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാവും അടക്കാനായിട്ട്. പിന്നീട് ഇതിലും ഈ പറഞ്ഞമാതിരി 2 സൈഡിലും സ്ക്രൂ ഡ്രൈവറോ മറ്റോ വെച്ച് ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ, ബോൾട്ട് ഊരിയതിന് ശേഷം ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ അതിൻ്റെ കവറ് ഇതിങ്ങനെ ഊരി കിട്ടും. പുള്ളി ചെയ്യുന്നതനുസരിച്ച് പുറത്തോട്ട് ഇങ്ങനെ ഇത് കണ്ടില്ല, അതിലൊക്കെ ചളിയും നിറഞ്ഞിരിക്കുന്നത്. ആ കവറിനകത്ത് ചളിയും വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുക. ഇതൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി ഉണക്കിയെടുക്കണം. ഇതും കവറും അത് കണ്ടില്ല, അതേമാതിരി വൈൻഡിങ്ങിലും ഉള്ളിലും ആകെ ചെളി നിറഞ്ഞിരിക്കുക. ഇത് നമ്മൾ മോട്ടർ അഴിക്കാതെ എത്ര വെയിൽ ഒളിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അത് ഉള്ളിൽ ഉണങ്ങി കിട്ടിയിരിക്കും. പക്ഷേ ഈ ചെളിയും ഒന്നും മാറില്ല. അപ്പോൾ അത് അഴിക്കുക തന്നെ വേണം. നമ്മൾ അഴിച്ച് ശരിക്ക് ഉണക്കിയെടുക്കുക തന്നെ വേണം. അടുത്തതായി നമ്മൾ എൻഡ് പ്ലേറ്റ് ഊരുമാതിരി തന്നെ ഫ്രണ്ട് പ്ലേറ്റ് ഊരണം. അതും ഈ പറഞ്ഞ മാതിരി സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്ന് ഗ്യാപ്പ് വേണ്ട, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നു. ഇനി നമുക്ക് വാട്ടർ ഔട്ട്ലെറ്റിൽ പിടിച്ചിട്ട് ഇത് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷാഫ്റ്റ് അടക്കമുള്ള പാർട്സ് ഉണ്ട് വേർപെട്ട് കിട്ടി നമുക്ക്. കണ്ട ഇത്രയേ ഉള്ള കാര്യം. ഇപ്പം ഫ്രണ്ടും ബാക്കും ഓപ്പൺ ആയി നമുക്ക്. ഇനി ഇത് നല്ല പോലെ നമ്മൾ ഉണക്കിയെടുക്കണം. നല്ല പോലെ ഡ്രൈ ആവണം. അത് 2 സൈഡിലും മാറി ചൂട് തട്ടിയിട്ട് ഇത് ഉണങ്ങ തന്നെ വേണം.
ഇത് ഉണക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും നല്ല മാർഗം നമ്മൾ സാധാരണ ബൾബിൻ്റെ ഫിലമെൻറ്റ് ഉള്ള ബൾബ്, CFL അല്ല, സാധാരണ ബൾബ് ആ കോയിലിന് നടുവിലായിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കണം. രണ്ട് സൈഡും മാറി മാറി ഇങ്ങനെ നമ്മൾ അതിൻ്റെ പ്രകാശത്തിൻ്റെ ആ ചൂടുകൊണ്ട്, ആ ബൾബിൻ്റെ ചൂടുകൊണ്ട് ശരിക്ക് കോയിലിൻ്റെ ഉള്ളിലൊക്കെ ഉണങ്ങി കിട്ടും. അങ്ങനെയാണ് ശരിക്ക് ഇപ്പോഴീ മഴ സീസണിൽ ഉണക്കിയെടുക്കുന്ന ഏറ്റവും ബെറ്റർ. നല്ല പോലെ ഉണങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് രണ്ടാമത് മോട്ടർ പ്രവർത്തിപ്പിക്കാം. ഫിലമെൻറ്റിൽ ബൾബല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യമുള്ളത്, നല്ല വെയിലത്ത് ഇങ്ങനെ ഒരു മരത്തടിയിൽ എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് നല്ല വെയിലുള്ള സമയത്ത് ഇതിങ്ങനെ ഉണക്കിയെടുക്കാം. രണ്ട് സൈഡിൽ മാറി മാറി വെയിൽ കൊളിച്ച് ഉണക്കിയെടുത്താലും മതി. നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ ബിയറിങ്ങിലൊക്കെ കുറച്ച് ഗ്രീസിട്ട് നമ്മൾ അഴിച്ച പോലെ തന്നെ റീഫിറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുട്ടികളുടെയൊക്കെ സഹായത്തോടെ ചെയ്യാവുന്നേ ഉള്ളൂ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.